നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവ് ഇബ്രാഹിം അഖീൽ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ഹിസ്ബുള്ള പതർച്ചയുടെ വക്കിലാണ്. ഗലീലി ആക്രമിക്കാനൊരുങ്ങി ഹിസ്ബുള്ള രഹസ്യയോഗം ചേർന്ന കെട്ടിടത്തിന് നേർക്കാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ഉന്നത നേതാവ് ഇബ്രാഹിം അഖീൽ, കമാൻഡർ വാഹ്ബി എന്നിവരടക്കം 11 ഹിസ്ബുള്ള നേതാക്കളെയാണ് ഇസ്രയേൽ വധിച്ചെറിഞ്ഞത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് സമാന്തരമായി കഴിഞ്ഞ 11 മാസങ്ങളായി ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ഇതുവരെ ഹിസ്ബുള്ളയുടെ 750 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹിസ്ബുള്ള ഔദ്യോഗികമായി പറയുന്ന കണക്ക്. ഇബ്രാഹിം അഖീൽ വധിക്കപ്പെട്ടതിനെ തുടർന്ന് ആശങ്കയിലായ ഹിസ്ബുള്ള ഇന്നലെ ഒരു തിരിച്ചടിക്ക് ശ്രമിച്ചു. അതും തീർത്തും ദുർബലമായ തിരിച്ചടി. 10 മിസൈലുകളാണ് വടക്കൻ ഇസ്രായേലിലേക്ക് അവർ പായിച്ചത്. എന്നാൽ 10 എണ്ണവും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ തകർത്തെറിഞ്ഞു. മറുപടി അതിശക്തമായിരുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്ന് പറന്നുയർന്നത് 24 റോക്കറ്റുകൾ. അതിൽ 14 എണ്ണവും ലെബനൻ മണ്ണിൽ പതിച്ചു. 10 എണ്ണം വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി പാഞ്ഞു. അവ ആകാശത്ത് വെച്ച് നിഷ്പ്രഭമാക്കി ഇസ്രായേൽ. പിന്നീട് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി IDF ജെറ്റുകൾ പാഞ്ഞു ചെല്ലുന്ന കാഴ്ച. ലെബനനിലെ ബെയ്റൂത്തിന് സമീപമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് മുകളിൽ IDF ജെറ്റുകൾ പാറിപ്പറന്നു. ആകാശത്ത് വെച്ച് തകർത്ത മിസൈലുകളിൽ ചിലത് ജസ്രീൽ വാലിയിൽ പതിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഒരു 60 വയസ്സുകാരന് ചെറിയ പരിക്കുകളേൽക്കാൻ ഇതിടവന്നു. ഇതിനെ തുടർന്നാണ് അതിശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചത്. റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്ന് മിസൈലുകൾ പാഞ്ഞത് ഇസ്രായേൽ സേനയ്ക്ക് ഒരു വിധത്തിൽ അനുഗ്രഹമായി. ഹിസ്ബുള്ളയുടെ ഇനിയും അവശേഷിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ പൊടുന്നനെ ഇസ്രായേൽ കണ്ടെത്തി. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഈ റോക്കറ്റ് ലോഞ്ചറുകൾ. പിന്നീട് ഇസ്രായേൽ നടത്തിയത് 400 റോക്കറ്റ് ലോഞ്ചറുകളെ തീപ്പന്തങ്ങളാക്കി മാറ്റിയ കാഴ്ച. 2 ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ളയുടെ 100 റോക്കറ്റ് ലോഞ്ചറുകളാണ് IDF തകർത്ത് കളഞ്ഞത്. 1000-ഓളം റോക്കറ്റുകളും തകർത്തിരുന്നു. IDF പറയുന്നത് ഇതുവരെ 290 ഹിസ്ബുള്ള ടാർഗറ്റുകൾ തങ്ങൾ ആക്രമിച്ചുവെന്നാണ്. ഇസ്രായേലിലേക്ക് പായിക്കാൻ ബാരലുകളിൽ വച്ചിരുന്ന 1000-ലധികം റോക്കറ്റുകളാണ് ആദ്യ ആക്രമണത്തിൽ 2 ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ തകർത്ത് കളഞ്ഞത്. ഇന്നലെ 400 റോക്കറ്റ് ലോഞ്ചറുകളിൽ അവശേഷിച്ചിരുന്ന മിസൈലുകളും ഇസ്രായേൽ സേന തകർത്തു. ശത്രുവിനെ മടയിൽ കയറി ആക്രമിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും പുറത്തെടുക്കുന്നത്. ഒരു വശത്ത് ഹമാസിനെ അടിച്ചൊതുക്കിയ ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർക്കുന്നു. ഹിസ്ബുള്ള പോരാളികളെ കണ്ടെത്തി അവരെ വധിക്കുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ തുടർച്ചയായി പറയുന്നു. ഒരു വിധത്തിലും ഇറാൻ ഹിസ്ബുള്ളയുടെ സഹായത്തിനെത്തുന്നില്ല. സ്ഫോടന പരമ്പരകൾക്കിടയിൽ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിക്കാനുള്ള മാർഗം അവലംബിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള. എന്നാൽ ഒരു തിരിച്ചടിക്ക് പോലും തങ്ങൾക്ക് ശേഷിയില്ല എന്നവർ തിരിച്ചറിയുന്നു. ഇസ്രായേലിലെ റാമത്ത് ഡാവിഡ് എയർബേസിൽ 12ഓളം മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി നേരത്തെ ഹിസ്ബുള്ള അറിയിച്ചിരുന്നു. ലെബനനിലെ തുടർച്ചയായ പേജർ വാക്കിറ്റോക്കി സ്ഫോടന പരമ്പരയ്ക്ക് മറുപടി നൽകും എന്ന ഹിസ്ബുള്ള തലവന്റെ പ്രഖ്യാപനം ഇതുവരെ പ്രാവർത്തികമാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ 48 മണിക്കൂറിനുള്ളിൽ ഇതുവരെ 400 ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഇക്കുറി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ. 2 ദിവസങ്ങളിലെ പേജർ വാക്കിറ്റോക്കി സ്ഫോടനങ്ങളിൽ ഹിസ്ബുള്ളയുടെ 37 പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. ഇതിന് പുറമെയാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 15 പേർ. 2006 ശേഷം ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ലോകം കണ്ടത്. എന്നിട്ടും ഒരു വിധത്തിലും പ്രതികരിക്കാനാവാതെ ഇറാൻ കുരുങ്ങി നിൽക്കുന്നു. പേജർ വാക്കിറ്റോക്കി ആക്രമണങ്ങൾക്ക് പിന്നാലെ ചില മിസൈൽ ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ള മുതിർന്നതാണ് ഉന്നത കമാൻഡറെ വധിക്കാൻ പെട്ടെന്ന് പ്രകോപനമുണ്ടാക്കിയത് ഇസ്രായേലിന്. ഗലീലി ആക്രമിക്കാനുള്ള അവരുടെ രഹസ്യയോഗം നടന്ന കെട്ടിടത്തിന് നേർക്ക് അതിശക്തമായ ആക്രമണം. ലെബനനിൽ പൂർണ്ണമായി വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക്. പുതിയ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കാൻ അവർ ഭയപ്പെടുന്നു. ഒരു വിധത്തിലും സെൽഫോണുകൾ അവർ ഉപയോഗിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ ആശയവിനിമയം തകർന്ന് പരസ്പരം ഏകോപനം നഷ്ടപ്പെട്ട തലത്തിലാണിപ്പോൾ ഹിസ്ബുള്ള. വടക്കൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത ഇസ്രയേലികളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം നടത്തുന്നത്. ലെബനനിലേക്ക് കൂടുതൽ സൈനിക നടപടികൾ ഇനി ഉണ്ടാവുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്. തൊട്ടപ്പുറത്ത് സമുദ്രം കാക്കുന്ന അമേരിക്കൻ സേന പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് നൽകുന്നു. ഏതെങ്കിലും വിധത്തിൽ മറ്റ് ശത്രുക്കൾ ഇസ്രായേലിന് നേർക്ക് തിരിച്ചടിക്ക് മുതിർന്നാൽ തങ്ങളുണ്ട് സഹായത്തിന് എന്ന് പരസ്യമായി അമേരിക്ക പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ള രൂപം കൊണ്ട കാലം മുതൽ ഇസ്രായേലുമായി തുടങ്ങിയതാണ് ഈ പോര്. ഇസ്രായേലിനെ തകർക്കാനായി ജന്മമെടുത്ത ഒരു ഷിയ പ്രസ്ഥാനം. ആദ്യം പ്രതിരോധ സംഘടനയായി രൂപം കൊണ്ട ഹിസ്ബുള്ള പിന്നീട് സായുധ സേനയായി മാറി. ഇതോടെ കൂടുതൽ പ്രകോപനവുമായി ഇസ്രയേലും. പരമ്പരാഗതമായി ലെബനനിലെ ഏറ്റവും ദുർബലമായ വിഭാഗമായിരുന്നു ഷിയ മുസ്ലിങ്ങൾ. മിതവാദികൾ വലിയ തോതിൽ മതേതര നിലപാടുകൾ സ്വീകരിച്ച രാജ്യം. അവിടെയാണ് പിന്നീട് ഷിയ വിഭാഗം പിടിമുറുക്കുന്നത്, അതും ഇറാന്റെ പിന്തുണ. ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാൻ പരിപൂർണ പിന്തുണയാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത്. സമാധാനപ്രേമികളായ ലെബനൻ മനുഷ്യർ പിന്നീട് ഹിസ്ബുള്ളയെ കൊണ്ട് വീർപ്പുമുട്ടി. 1992 മുതൽ ഷിയ പുരോഹിതനായ ഷെയ്ഖ് ഹസൻ നസ്രള്ളയാണ് ഹിസ്ബുള്ളയുടെ തലവൻ. സംഘടനയെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ ശക്തിയാക്കി വളർത്തുമെന്നായിരുന്നു നസ്രള്ളയുടെ പ്രഖ്യാപനം. രാഷ്ട്രീയത്തിലൂടെ ലെബനന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയായിരുന്നു ആത്യന്തികമായി ഹിസ്ബുള്ളയുടെ ലക്ഷ്യം. അത്തരമൊരു സാഹചര്യം സംജാതമായാൽ അത് തങ്ങൾക്ക് വിനയാകും എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. ഹമാസിന് പിന്തുണയർപ്പിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ച ഹിസ്ബുള്ളയെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഇസ്രായേൽ തുടക്കമിട്ടു. ഇപ്പോൾ നൽകുന്ന മാരക പ്രഹരത്തിൽ ഇനി ഹിസ്ബുള്ളയ്ക്ക് തലപൊക്കാൻ കഴിയാത്ത വിധമാണ് ആക്രമണങ്ങളുടെ ശക്തി. അതുകൊണ്ട് തന്നെ എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയും ഹിസ്ബുള്ളയ്ക്ക് എന്ന ചോദ്യം ശക്തമാകുന്നു. ഇസ്രായേൽ ഹമാസിനൊപ്പം തങ്ങളുടെ മുഖ്യ ശത്രുവായി ഹിസ്ബുള്ളയെ കാണുന്നു എന്ന് മാത്രമല്ല, സമാനതകളില്ലാത്ത ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്നത്. ഒരു പക്ഷേ അതിർത്തി കടന്ന് കരസേന നേരിട്ട് ആക്രമിച്ചാലും അതിലിനി അത്ഭുതപ്പെടാനില്ല. തല പൊക്കില്ല ഹിസ്ബുള്ള എന്ന് വീണ്ടും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. ഇന്നലെ ഒരൊറ്റ രാത്രി തങ്ങൾ 65 മിസൈലുകൾ ഇസ്രായേലിലേക്ക് പായിച്ചുവെന്നൊക്കെയാണ് ഹിസ്ബുള്ള തങ്ങളുടെ അണികളോട് വിശദീകരിക്കുന്നത്. എന്നാൽ അതിൽ വാസ്തവമൊന്നുമില്ല എന്ന് ഇസ്രായേൽ നിലപാട്. ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന മിസൈലുകളുടെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ താഴെ വീണ് കിടന്നാൽ അതിനടുത്ത് ജനങ്ങൾ ചെല്ലരുത് എന്ന് ഇസ്രായേൽ പോലീസ് പറയുന്നു. ഒരുപക്ഷെ അത്തരം അവശിഷ്ടങ്ങളിലും അവരെന്തെങ്കിലും കുതന്ത്രം ഒപ്പിച്ചു വച്ചിരിക്കാം. ഇപ്പോൾ ഹിസ്ബുള്ള എല്ലാവരെയും ഭയക്കുന്നു, എല്ലാത്തിനെയും ഭയക്കുന്നു. എന്തിനേറെ സ്ട്രീറ്റ് ലൈറ്റുകൾ കടുത്തു നിൽക്കാൻ പോലും അവർക്ക് ഭയമാണ്. എപ്പോഴാണ് തങ്ങളുടെ മേഖലയിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം പൊട്ടിത്തെറിക്കുന്നത്? ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇനി എന്തൊക്കെ സ്ഫോടനങ്ങൾക്കുള്ള സാധ്യതയുണ്ട്? സർവത്ര ഭയം. അതുകൊണ്ട് തന്നെ ഹസൻ നസ്രള്ളയെ പുറം ലോകത്ത് കാണുന്നില്ല. ഭൂഗർഭ അറയിലിരുന്ന് ആശയവിനിമയങ്ങളില്ലാതെ എങ്ങനെ തങ്ങളുടെ ചിതറിത്തെറിച്ച അനുയായികളെ അദ്ദേഹത്തിന് ഏകോപനത്തിലൂടെ വീണ്ടും ഉണർത്തിയെടുക്കാൻ കഴിയും? ഇടയ്ക്കിടെ ഇസ്രായേലിലേക്ക് വിടുന്ന ഈ ചെറു റോക്കറ്റ് ആക്രമണങ്ങൾ ഒഴിച്ചാൽ തല പൊക്കാനാവുന്നില്ല ഹിസ്ബുള്ളയ്ക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.